ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പോത്തോസ് വെറൈറ്റികളായി മണി പ്ലാന്റ് വെറൈറ്റികളും അതിൻ്റെ കളക്ഷൻസും അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റീവായിട്ട് സെറ്റ് ചെയ്യാം, അതേപോലെ നമുക്ക് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും ബുഷിയായിട്ട് മാറാനും ഒക്കെ ഈ ചെടികൾക്ക് എങ്ങനെ നട്ടു കൊടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ചെറിയ പോട്ടുകളിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ സിൽവർ സാറ്റനാണ്, അതേപോലെ എൻജോയ് പോത്തോസ്, മഞ്ജുള വെറൈറ്റി, നിയോൺ പോത്തോസ്, ഇത്തരത്തിലെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ചെടികൾ, പോത്തോസ് ചെടികളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നിറയെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ലീഫ് നോഡ് വെച്ച് കട്ട് ചെയ്ത് അതിൽ നിന്ന് വേര് പിടിപ്പിച്ച് തൈകൾ നട്ട് കൊടുക്കുക എന്നുള്ളത്. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ വെച്ച് ലീഫ് നോഡുകൾ കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ നട്ട് അത്തരത്തിൽ നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി, അതിലും വേരുകൾ വരും. ഇപ്പോൾ വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളൊക്കെ തന്നെയാണ് ഈ നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയും പല ഡെക്കറേറ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലീഫ് നോഡുകൾ ഇതേപോലെ ഒരു ഓർഡറായിട്ട് നമ്മൾ അടുക്കി വെച്ചിട്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൽ തന്നെ ഗോൾഡൻ പോത്തോസ്, അതേപോലെ നമ്മളെ അഗ്ലോണിമയൊക്കെ ഇതൊക്കെ നമ്മളൊരു പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ നമുക്ക് ആർച്ച് മോഡലിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻജോയ് പോത്തോസാണ്. എൻജോയ് പോത്തോസൊക്കെ നമുക്ക് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എൻജോയ് പോത്തോസ് തന്നെ നമ്മൾ മറ്റു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മാർബിൾ പോത്തോസ് നമ്മൾ പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്ലാന്റ്. ഇത് നമ്മളൊരു ചെറിയൊരു കമ്പി നമ്മൾ വളച്ച് റിങ്ങാക്കി ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ചെടി പടർത്തി കൊടുത്തതാണ്. ചെടി അല്ലെങ്കിൽ കെട്ടി വയ്ക്കുകയോ പടർത്തി കൊടുക്കുകയോ ചെയ്തതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കുറേ കാലം നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. പിന്നീട് നമുക്ക് യാതൊരു മെയിൻ്റനൻസും ഇല്ല. നമ്മൾ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുക, പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക മാത്രം ചെയ്ത് കൊടുത്താൽ മതി. വേറെ യാതൊരു വളങ്ങളും നമ്മൾ ഈ ചെടികൾക്കൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. റെഗുലറായിട്ട് നമ്മൾ നനച്ച് കൊടുക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു കൂളിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ചെടി വെച്ച് കൊടുക്കുക. ഓവർ വെയിൽ കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം വെയിൽ കൊണ്ടാലാണ് ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനും പെട്ടെന്ന് ചെടി ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യത. അത്തരത്തിൽ നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഈ പോത്തോസ് ചെടി വെറൈറ്റികളൊക്കെ. ചെറിയ കട്ടിങ് ഒരു 20-30 രൂപയ്ക്ക് നമുക്ക് നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത്തരത്തിൽ ചെറിയൊരു തൈ വാങ്ങി നമുക്ക് വളർത്തിയെടുക്കാൻ നിറയെ ചെടി ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ. അതിന് പുറമെ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ ഡെക്കറേറ്റീവായിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ ഈ ചെടികൾ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ നമ്മൾ എൻജോയ് പോത്തോസും അതേപോലെ നിയോൺ പോത്തോസും ഒക്കെ ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ഒരു ഹാങ്ങിങ് പോട്ടുകളിൽ ഇത്തരത്തിൽ ഹാങ് ചെയ്യാതെ തന്നെ ചെടികൾ നിറയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഗോൾഡൻ പോത്തോസാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് എങ്ങനെ ഇതേ രീതിയിൽ ഒരു പോട്ടിൽ പെട്ടെന്ന് നിറയെ ചെടികൾ ഉണ്ടാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അത് കട്ട് ചെയ്യുന്ന രീതിയും ഇത്തരത്തിലെ വള്ളികളായിട്ട് പടരുന്ന മണി പ്ലാന്റ് ചെടികൾ നമ്മൾ ഇതേപോലെ എടുത്ത് 2-3 ലീഫുകൾ വെച്ച് കട്ട് ചെയ്ത് ഓരോ ലീഫ് നോഡുകളും നമുക്ക് പോട്ടിലേക്ക് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകൾ വള്ളികളായിട്ട് തന്നെ വളർന്നു അതിൻ്റെ ഓരോ നോഡിനടിയിലും വേരുകളുണ്ടാവും. ആ വേര് പുതിയ തൈകളായിട്ട് മാറും. അതിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടി മുളയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ലീഫിൽ വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2-3 ലീഫുകൾ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പോട്ടാണോ എടുക്കുന്നത് അത്യാവശ്യം വീതിയുള്ള പോട്ട് അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പോട്ടുകളൊക്കെയാണ് ഈ ഒരു പ്ലാന്റുകൾ നടാൻ നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും മണ്ണും ഇതേപോലെ മിക്സ് ചെയ്ത് അതിന് മുകളിലാണ് ഈ ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. മണ്ണെന്ന് പറയുന്നത് നമ്മൾ ചുവന്ന മണ്ണാണ്. ചുവന്ന മണ്ണും കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും ഏകദേശം പോട്ടിൻ്റെ 3/4 ഭാഗത്തോളം മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ചെടികൾ ഓരോന്നായിട്ട് അടുക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് മാറി കിട്ടും. പിന്നീട് ഏകദേശം 1 മാസം കഴിയുന്തോറും ഇതിൻ്റെ പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് ഡ്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും പറ്റും. എപ്പോഴും നമ്മൾ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിലൊരിക്കൽ വളർന്നു വരുന്ന വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ ചുരുട്ടി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ബുഷിയായിട്ട് മാറാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കാണിച്ചു തന്നതൊക്കെ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് മണി പ്ലാന്റ് കളക്ഷൻസും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ ഈ ചെടികൾ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.